അഗ്നി പരീക്ഷയുടെയും ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെയും പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സീക്രട്സ് ഉണ്ട്. ആ സീക്രട്സ് ആണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനും ശ്രദ്ധിച്ചു കേൾക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഈ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലേക്ക് കടക്കാനായിട്ട് എൻട്രി കിട്ടാനായിട്ട് കോമണേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കോമണേഴ്സ് ഉള്ള ഒരു സീസണുമായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 6 പേരെങ്കിലും ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8ൽ മത്സരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അഗ്നി പരീക്ഷ 40 പേരുമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യ 2 ദിവസം അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ട് 24 അവർ അവരെ അവരറിയാതെ പൂർണ്ണമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഈ 40 കണ്ടസ്റ്റൻസും വിചാരിച്ചിരിക്കുന്നത് 3 ജഡ്ജസ് ആണ് അവരെ നിരീക്ഷിക്കുന്നതെന്ന്. അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്, അതുപോലെ അവതാരകയായിട്ടുള്ള റെനീഷ. പക്ഷേ സത്യത്തിൽ അവിടെ നടക്കുന്ന ഗെയിംസും ആക്ടിവിറ്റിയും ഓരോ ആളുകളുടെ സ്വഭാവങ്ങളും പെർഫോമൻസുകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം സെക്കൻഡറിയാണ്. അതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള ഒരു എൻട്രി കിട്ടില്ല. നിങ്ങൾ അഗ്നി പരീക്ഷ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ലോണം ആക്റ്റീവായിട്ട് ഒരുപാട് ടാസ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകൾ പുറത്തായി പോയിരിക്കുന്നു. വളരെ ഹൈപ്പർ ആയിട്ടുള്ള ആളുകൾ അവർ പുറത്താകുന്നു. വളരെ ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളും പുറത്താകുന്നു. ബിഗ് ബോസിന് വളരെ ആക്റ്റീവായിട്ടുള്ള ആളുകളെ ഇഷ്ടമല്ല, വളരെ ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. ഒരു മീഡിയം റേഞ്ചിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളെയാണ് ബിഗ് ബോസിന് ആവശ്യം. ഈ 40 പേരിൽ നിന്നും എല്ലാ ദിവസവും 4 പേര് വീതം വെച്ചിട്ട് എവിക്റ്റായി പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള ഒരു പാറ്റേൺ നോക്കൂ. 1 വീക്കിന്റെ പാറ്റേൺ ഇവിടെ ഒരു ദിവസത്തിൽ നടത്തുന്നു. അതായത് ബിഗ് ബോസിനുള്ളിൽ നോമിനേഷൻ ചെയ്യും, അതിനുശേഷം ഒരാഴ്ച ടൈം കിട്ടും അവർക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ട്. വോട്ടിംഗ് ഉണ്ടാകും, അതിനുശേഷമായിരിക്കും എലിമിനേഷൻ നടക്കുന്നത്. അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന ഒരാഴ്ചത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഒരു ദിവസം കൊണ്ട് നടക്കുന്നു. സെയിം ഡേ നോമിനേഷൻ നടക്കും, സെയിം ഡേ തന്നെ എലിമിനേഷൻ നടക്കും. സാധാരണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ 2 പേരാണ് ഒരു വീക്ക് എലിമിനേറ്റ് ആയി പോകുന്നത്. ഇവിടെ അതിനു പകരം 4 പേര് എലിമിനേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും. ടാസ്കുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന സെയിം ടാസ്കുകളാണ്. ബാലൻസിങ് ടാസ്ക് ഉണ്ട്, പസിൽ സോൾവിംഗ് ടാസ്ക് ഉണ്ട്, ഈറ്റിംഗ് ചലഞ്ച് ഉണ്ട്, യക് ഓർ യം ടാസ്കുകളുണ്ട്, ഓപ്പൺ നോമിനേഷൻ ഉണ്ട്. ഇനി വരാനിരിക്കുന്നത് ഡിബേറ്റ്സ് വരും, ഇൻഡിവിജ്വൽ ടാസ്കുകൾ വരും, ടിക്കറ്റ് ഫിനാലയിലെ പോലെ കായികക്ഷമത അളക്കുന്ന ടാസ്കുകൾ വരും. പക്ഷേ ഇവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്ന ടാസ്കുകൾ, ഒരാഴ്ച നടക്കുന്ന ടാസ്കുകൾ ഒരു ദിവസം കൊണ്ട് നടക്കും. പക്ഷേ ഇവിടെ ജഡ്ജസ് ആയിട്ടുള്ള ഈ 3 പേരും സത്യം പറഞ്ഞാൽ വെറും നോക്കൂത്തികളാണ്. അവർക്ക് കാര്യമായിട്ട് യാതൊരു റോളും ഇല്ല. ബിഗ് ബോസ് എന്താണ് ആവശ്യപ്പെടുന്നത് അത് നടപ്പിലാക്കുക. നിങ്ങൾ കരുതും നിങ്ങളാണ് ഗെയിം കളിക്കുന്നതെന്ന്, പക്ഷേ യഥാർത്ഥത്തിൽ കളിക്കുന്നത് വേറൊരാളാണ്.